നമസ്കാരം. നൂറ്റാണ്ടുകളുടെ പരിശ്രമം മൂലമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഐതിഹാസികമായ ആ സമര ചരിത്രം നമുക്ക് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. 1600 കാര്യക്കാരായ കച്ചവടക്കാർ ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ബ്രിട്ടീഷുകാർ 1600 ഡിസംബർ 31 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. കൽക്കട്ടയും മദ്രാസും ബോംബെയും അടക്കം ഒട്ടേറെ സ്ഥലങ്ങളിൽ ഫാക്ടറികൾ തുറന്നു. കമ്പനി സ്വത്തുക്കൾ സംരക്ഷിക്കാനും വ്യാപാര താല്പര്യങ്ങൾ പരിരക്ഷിക്കാനും സൈന്യത്തെ ആവശ്യമായി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികവും രാഷ്ട്രീയവുമായി കരുത്തരാവുകയായിരുന്നു. 1757 പ്ലാസി യുദ്ധം. കച്ചവടത്തിന്റെ മറവിൽ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ കോട്ട പണിയാൻ തുടങ്ങി. ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതിയും ചുമത്തി. ഇതിനെ എതിർത്ത ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗള 1756 കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറി പിടിച്ചെടുത്തു. വില്യം കോട്ടയം കീഴടക്കി. 1757 പ്ലാസയിൽ നവാബിന്റെയും റോബർട്ട് ക്ലൈവിന്റെയും നേതൃത്വത്തിൽ സൈന്യങ്ങൾ ഏറ്റുമുട്ടി. രാജസദസ്സിൽ അംഗമായിരുന്ന മിർ ജാഫറിന്റെ വഞ്ചനയിൽ ദൗള കൊല്ലപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ ഭരണാധികാരിയാക്കി. 1859 ഇൻഡിഗോ പ്രക്ഷോഭം. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന നീലം ബംഗാളി കർഷകരുടെ ജീവിത മാർഗമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അമരകൃഷി തുടങ്ങുകയും കർഷകരെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയ കർഷകർ ഫാക്ടറികൾ തകർത്തു. സർക്കാർ നിയമിച്ച കമ്മീഷൻ നിർബന്ധിച്ച് ജോലി എടുപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചതോടെയാണ് പ്രക്ഷോഭം ഒന്ന് കെട്ടടങ്ങിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഉത്തർപ്രദേശിലെ മീററ്റിൽ 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇതിനെ ശിപ്പായി ലഹള എന്നും വിളിച്ചു. തിരകൾ പൊതിയാൻ ഉപയോഗിക്കുന്ന കടലാസ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന് വാർത്ത വരുന്നു. ഈ കടലാസ് കടിച്ചു കീറിയ ശേഷം വേണമായിരുന്നു തിര തോക്കിൽ നിറയ്ക്കാൻ. ഇത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട പട്ടാളക്കാരെ ഒരുപോലെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ പട്ടാളക്കാർ പ്രതിഷേധിച്ചു. പാണ്ഡെ ഒരു ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് വീഴ്ത്തി. 1857 ഏപ്രിൽ 8 പാണ്ഡെയെ തൂക്കിക്കൊന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇംഗ്ലീഷുകാരനായ എ.ഒ. ഹൂം മുൻകൈയെടുത്ത് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. W.C. ബാനർജി ആദ്യ അധ്യക്ഷനാവുകയായിരുന്നു. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ 1885 ഡിസംബർ 28 കോൺഗ്രസിന്റെ ആദ്യ യോഗം. 1905 ബംഗാൾ വിഭജനം. 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ഹിന്ദു മുസ്ലിം ഒരുമ ഇല്ലാതാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. വൻ പ്രതിഷേധത്തിനൊടുവിൽ 1911 ഹാർലിംഗ് പ്രഭു വിഭജനം റദ്ദാക്കുകയും ചെയ്തു. 1905 സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ രവീന്ദ്രനാഥ ടാഗോറും സുരേന്ദ്രനാഥ ബാനർജിയും അടക്കമുള്ളവർ ആഹ്വാനം ചെയ്തു. അത് രാജ്യം മൊത്തം ഏറ്റെടുത്തു. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചും പ്രതിഷേധം പടരുകയായിരുന്നു. മിതവാദികൾ, തീവ്രവാദികൾ. ബ്രിട്ടന്റെ നയങ്ങളോട് എതിർപ്പ് പുലർത്തുമ്പോഴും അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ചവരാണ് മിതവാദികൾ. ദാദാഭായ് നവറോജി മിതവാദ നയത്തിന്റെ വക്താവാകുകയായിരുന്നു. ആയുധമെടുത്താലും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന നിലപാടുകൾ തീവ്രവാദികൾ എന്നറിയപ്പെട്ടു. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരായിരുന്നു തീവ്രവാദികളുടെ നേതൃനിരയിലുള്ളവർ. 1913 ഗദ്ദാർ പാർട്ടി. ലാലാ ഹൃദയാലിന്റെ നേതൃത്വത്തിൽ 1913 നിലവിൽ വന്ന പാർട്ടി ഒന്നാം ലോക യുദ്ധത്തിനിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ വിപ്ലവത്തിന് പാർട്ടി ശ്രമിച്ചു. 1915 ഫെബ്രുവരിയിൽ പഞ്ചാബിൽ കലാപം നടത്താനായിരുന്നു പദ്ധതി. വിവരമറിഞ്ഞ ബ്രിട്ടീഷുകാർ പാർട്ടിയെ വേട്ടയാടുകയായിരുന്നു. 1916 ഹോം റൂൾ. ബാലഗംഗാധര തിലകിന്റെയും ആനി ബസന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം നാട്ടുരാജ്യങ്ങളിൽ സ്വയം ഭരണമെന്ന ആവശ്യം ഉയർത്തിയായിരുന്നു പ്രവർത്തനം. പിന്നീട് കോൺഗ്രസിൽ ലയിക്കുകയായിരുന്നു. 1917 ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരനിൽ നടന്ന സമരം കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിരുന്നു. തുടർന്ന് ഗാന്ധിജി അടക്കം അംഗമായി കമ്മീഷൻ നിലവിൽ വന്നു. കർഷകർക്ക് അനുകൂലമായി നിയമത്തിൽ മാറ്റം വരുത്തിയതോടെ സമരം വൻ വിജയമായി മാറി. 1919 റൗലറ്റ് നിയമം. തീവ്രവാദി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ വിചാരണ ഇല്ലാതെ 2 വർഷം വരെ തുറങ്കിലിൽ അടയ്ക്കാൻ അനുമതി നൽകുന്ന നിയമം ഉണ്ടാക്കിയത് സർ സിഡ്നി റൗലറ്റ് അധ്യക്ഷനായ കമ്മിറ്റിയാണ്. ഏപ്രിൽ 6 ഇതിന് എതിരായി ഇന്ത്യയിലെമ്പാടും ഹർത്താൽ നടന്നു. 1922 വരെ ഈ നിയമം തുടർന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
1919 ഏപ്രിൽ 13 അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ യോഗം നടക്കവേ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് EH ഡയറിന്റെ നേതൃത്വത്തിൽ സൈനികർ മൈതാനം വളഞ്ഞ് വെടിയുതിർക്കാൻ തുടങ്ങി. 1800-ലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. 379 പേർ കൊല്ലപ്പെട്ടെന്ന് ബ്രിട്ടൻ സമ്മതിച്ചു. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം നിസ്സഹകരണ പ്രമേയം പാസാക്കി. വിദേശ വസ്ത്ര ബഹിഷ്കരണം, ബ്രിട്ടൻ നൽകിയ ബഹുമതികളും സ്ഥാനങ്ങളും ഉപേക്ഷിക്കൽ, നികുതി അടയ്ക്കാതിരിക്കൽ തുടങ്ങിയവരായിരുന്നു സമരമാർഗങ്ങൾ. 1922 വരെ ഇത് തുടർന്നു. 1922 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 5 ജാഥ നടത്തിയവർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. കുപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ വെന്തു മരിച്ചു. ദുഃഖിതനായ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1929 ലാഹോർ ഗൂഢാലോചന കേസ്. പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ബില്ലിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും BK ദത്തും നിയമസഭയിലേക്ക് ബോംബെറിഞ്ഞു. 1929 ഏപ്രിൽ 8 അത് സംഭവിച്ചത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചില്ല. കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിലപാട് അവിടെ വ്യക്തമാക്കാമെന്നും ഇത് ജനങ്ങളിലേക്ക് വേഗം എത്തുമെന്നും അവർ കണക്കുകൂട്ടി. കോടതി ഇരുവർക്കും വധശിക്ഷയാണ് വിധിച്ചത്. 1931 മാർച്ച് 23 വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു. 1929 ലാഹോർ സമ്മേളനം. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ലാഹോർ സമ്മേളനത്തിനാണ് പൂർണ്ണ സ്വരാജിനായുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതും ഈ സമ്മേളനത്തിൽ വെച്ചാണ്. 1930 ദണ്ഡി യാത്ര മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. സബർമതി ആശ്രമത്തിൽ നിന്ന് അനുയായികൾക്കൊപ്പം ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ സമരയാത്ര. ഏപ്രിൽ 6 നിയമം മറികടന്ന് ദണ്ഡിയിൽ അവർ ഉപ്പ് കുറുക്കി. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. 1942 ക്രിപ്സ് ദൗത്യം. രണ്ടാം ലോക യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നേടുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ നീക്കം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചിരുന്ന ബ്രിട്ടനിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സർ സ്റ്റഫോർഡ് ക്രിപ്സിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ വശത്താക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇത് പരാജയപ്പെടുകയായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക എന്ന മുദ്രാവാക്യം രാജ്യത്ത് ഉടനീളം മുഴങ്ങി. 1942 ഇന്ത്യൻ നാഷണൽ ആർമി. റാഷ് ബിഹാരി ബോസിന്റെയും മോഹൻ സിംഗിന്റെയും നേതൃത്വത്തിൽ 1942 INA രൂപീകരിച്ചു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിൽ എത്തുകയായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാമെന്നായിരുന്നു പദ്ധതി. INA ഇന്ത്യയിൽ പ്രവേശിച്ചെങ്കിലും രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്കും ജപ്പാനുമേറ്റ പരാജയം തിരിച്ചടിയായി മാറുകയായിരുന്നു. 1947 ഇന്ത്യ വിഭജനം. സ്വതന്ത്ര പാകിസ്ഥാന് വേണ്ടിയുള്ള മുഹമ്മദ് അലി ജിന്നയുടെ കടുംപിടുത്തമാണ് വിഭജനത്തിലേക്ക് നയിച്ചത്. വിഭജനം വർഗീയ കലാപങ്ങൾക്ക് വഴിവെച്ചു. സ്വരുക്കൂട്ടിയതെല്ലാം ഇട്ടെറിഞ്ഞ് ജനങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പ്രവഹിക്കുകയായിരുന്നു. ഇന്ത്യൻ യൂണിയൻ. ഹൈദരാബാദ്, ജുനാഗഡ്, കശ്മീർ, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ ഹൈദരാബാദ് ഇന്ത്യയിൽ ചേർന്നു. പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ചതോടെ ജമ്മു കശ്മീർ രാജാവ് ഇന്ത്യയോട് ചേരുന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചു. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നാടുവിട്ടതോടെ തിരുവിതാംകൂർ രാജാവ് ഇന്ത്യയിൽ ചേരാൻ സമ്മതം മൂളുകയായിരുന്നു. സ്വാതന്ത്ര്യ പുലരി. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈയിൽ പാസാക്കി. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ചുമതലയേറ്റു. ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ മൂവർണ്ണക്കൊടി പാറുകയായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.